ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ജനയുഗം സഹപാഠി അറിവുത്സവം ക്വിസാണ്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യയുടെ നിലവിലെ ധനകാര്യമന്ത്രി ആരാണ്? ഉത്തരം നിർമ്മല സീതാരാമനാണ് ഇന്ത്യയുടെ നിലവിലെ ധനകാര്യമന്ത്രി. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ഇ സന്തോഷ് കുമാറിനാണ് 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇ സന്തോഷ് കുമാറിന്റെ ഏത് കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്? ഉത്തരം തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് ഇ സന്തോഷ് കുമാറിന് വയലാർ അവാർഡ് ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ നോളജ് ഇക്കോണമി മിഷൻ എവിടെയാണ്? ഉത്തരം കേരളത്തിലാണ് ഇന്ത്യയിലെ ആദ്യ നോളജ് ഇക്കോണമി മിഷൻ. ചെമ്പ്ര കൊടുമുടിയിലെ ഹൃദയ തടാകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഏത് ജില്ലയിലാണ് ഇത്? ഉത്തരം വയനാട് ജില്ലയിലാണ് ഹൃദയ തടാകം സ്ഥിതി ചെയ്യുന്നത്. എന്നാണ് ലോക ടൂറിസം ദിനം? എന്നാണ് ലോക ടൂറിസം ദിനം? ഉത്തരം സെപ്റ്റംബർ 27-നാണ് ലോക ടൂറിസം ദിനം. 22ാമത് നാലപ്പാടൻ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം കെ സച്ചിദാനന്ദനാണ് 22ാമത് നാലപ്പാടൻ പുരസ്കാരം നേടിയത്. ദേശീയ രക്തദാന ദിനം എന്നായിരുന്നു? ദേശീയ രക്തദാന ദിനം എന്നായിരുന്നു? ഉത്തരം ഒക്ടോബർ 1-നാണ് ദേശീയ രക്തദാന ദിനം. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ജീവി ഏതാണ്? ഉത്തരം ലൈക്ക എന്ന നായയാണ് ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ജീവി. വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനായി ഞങ്ങളുമുണ്ട് കൂടെ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് ആരാണ്? ഉത്തരം കുടുംബശ്രീയാണ് ഞങ്ങളുമുണ്ട് കൂടെ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത്. തിമിരം എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? തിമിരം എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ഉത്തരം കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് തിമിരം. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ സി ആണ് ചൂടാകുന്നതിലൂടെ നഷ്ടപ്പെടുന്നത്. സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തെയാണ് പ്രഭാത നക്ഷത്രമെന്ന് വിളിക്കുന്നത്? ഉത്തരം ശുക്രനെയാണ് സൗരയൂഥത്തിലെ പ്രഭാത നക്ഷത്രമെന്ന് വിളിക്കുന്നത്. സ്കൂൾ ഒളിമ്പിക്സ് 2025-ന്റെ വേദി എവിടെയാണ്? സ്കൂൾ ഒളിമ്പിക്സ് 2025-ന്റെ വേദി എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരമാണ് 2025-ലെ സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി. ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾ ആകാശം ഏത് നിറത്തിലാണ് കാണുക? ഉത്തരം ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾ ആകാശം കറുപ്പ് നിറത്തിലാണ് കാണുക. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? ഉത്തരം എൻ ഷംസീറാണ് നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം പ്ലേഗ് ആണ് കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ഉത്തരം ശ്വാസകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നത്. വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം എന്താണ്?
ഉത്തരം റെറ്റിനോൾ ആണ് വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യൂ. ഏത് തരത്തിലുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുകൂടി കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.